ഇപ്പോൾ കൂടുതലായിട്ടും ആൾക്കാർ വാങ്ങുന്നത് കെർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോണുകളാണ്. അത് വേറെ ഒന്നുമല്ല, കെർവ്ഡ് ഡിസ്പ്ലേ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ ഒരു ലുക്ക് ഉണ്ട്, കുറച്ചുകൂടെ കാണാൻ നല്ല സ്റ്റൈലിഷ് ലുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലും കെർവ്ഡ് ഡിസ്പ്ലേ ആയിട്ട് പോകുന്നത്. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലാണ് കെർവ്ഡ് ഡിസ്പ്ലേ വന്നിരുന്നത്. സാംസങ്ങിൻ്റെ എസ് സീരീസിലും അല്ലെങ്കിൽ വൺ പ്ലസിൻ്റെ ചില ഫോണുകളിലൊക്കെയാണ് ആദ്യകാലങ്ങളിൽ വന്നിരുന്നത്. പിന്നെ ഒപ്പോയുടെ ഫോണുകളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ 25,000-നും 20,000-നും ഒന്ന് ബാങ്ക് ഓഫറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15,000 വരെ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ കെർവ്ഡ് ഡിസ്പ്ലേയുടെ ഫോണുകൾ വാങ്ങാൻ കിട്ടും. എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിനകം, അടുത്ത വർഷം 2025-ലൊക്കെ നമുക്ക് മേ ബി ഒരു 10,000 5G ഫോണുകൾ, ഈ കെർവ്ഡ് ഡിസ്പ്ലേയുള്ള 5G ഫോണുകളൊക്കെ കിട്ടും. ഈ കെർവ്ഡ് ഡിസ്പ്ലേയുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആ ഫോൺ താഴെ വീണിട്ടുണ്ടെങ്കിൽ പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി പൊട്ടുവാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ മാറുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എമൗണ്ട് ആകും. അതുകൊണ്ട് തന്നെ കെർവ്ഡ് ഡിസ്പ്ലേയുള്ള ഫോൺ വാങ്ങുന്നതിൽ ഒരു 99% ആൾക്കാരും അതിനകത്ത് ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കും. ഈ ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കുന്നതുകൊണ്ട് മാത്രം നമ്മുടെ ഫോണിന് വാറണ്ടി കിട്ടില്ല എന്നുള്ള കാര്യം എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വേറൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ പോയി, എൻ്റെ ഫോൺ iPhone 14 ആണ്. അപ്പോൾ അതിനൊരു ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കാനൊരു കടയിൽ പോയി. ഞാനവിടെ ചെന്നപ്പം ഒരു പയ്യനോട് ഇരിപ്പുണ്ട്. അപ്പം ആ പയ്യൻ്റെ ഫോണിന് ഗ്ലാസ് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ആ പയ്യൻ യൂസ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ S23 അൾട്രയാണ്. ആ S23 അൾട്രയുടെ നേരത്തെ ഒട്ടിച്ചിരുന്ന UV ഗ്ലാസ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പുതിയത് ഒട്ടിക്കാൻ വേണ്ടിയാണ്. ആ ടെമ്പർ ഗ്ലാസ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു പോർഷൻ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ കൂടെ കൊടുക്കാം. അത് കട്ട കോമഡിയാണ്. വേറൊന്നുമല്ല, ഷാർപ്പായിട്ടുള്ള ഒരു നൈഫ് വെച്ചിട്ടാണ് അത് റിമൂവ് ചെയ്യുന്നത്. വേറെ ഒരു രീതിയിൽ റിമൂവ് ചെയ്താൽ പോരില്ല. സാധാരണ ഇതിൽ പുള്ളിക്കാരൻ പറഞ്ഞത് ഇത് ജസ്റ്റ് 4 സൈഡിൽ നിന്ന് പൊക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ യൂസ് ചെയ്തിട്ട് അധികം നാൾ ആയില്ല എന്നുണ്ടെങ്കിൽ, ഇത് ഒട്ടിച്ചിട്ട് അധികം നാൾ ആയില്ല എന്നുണ്ടെങ്കിൽ നേരെ പൊങ്ങിപ്പോരും. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് UV ഗ്ലാസ് ഒട്ടിക്കുന്ന സമയത്ത് അത് നമ്മൾ ഫോൺ നല്ല രീതിയിൽ യൂസ് ചെയ്യില്ല. അപ്പോൾ ഡിസ്പ്ലേയുടെ ഹീറ്റും ഫോണിൻ്റെ മൊത്തത്തിലുള്ള ഹീറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഈ ടെമ്പർ ഗ്ലാസ് നല്ല രീതിയിൽ ടൈറ്റ് ആവും. അത് ഡിസ്പ്ലേയിൽ നല്ല രീതിയിൽ പശയോടുകൂടി നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അത് റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്താലേ പോകുള്ളൂ. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് സ്ക്രാച്ചുകൾ, ഈ ഡിസ്പ്ലേയിൽ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ S23 അൾട്രയുടെ ഒക്കെ ചരിച്ച് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ ചെറിയ സ്ക്രാച്ചുകളുണ്ട്. അതൊന്നുമല്ല പ്രശ്നം. ഞാൻ പറയാൻ വന്ന മെയിൻ ആയിട്ടുള്ള കാര്യം വേറെയാണ്. ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ട S23 അൾട്ര ആണെന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് 8 മാസം പോലും ആയിട്ടില്ല. ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മച്ചാൻ ഈ ഫോൺ വാങ്ങിയ ഉടനെ തന്നെ ഒരു കടയിൽ പോയി, അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പുള്ളിക്കാരൻ ഒരു ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കാൻ പറഞ്ഞ് കൊടുത്തു. അവർ ഒട്ടിച്ചു കൊടുത്തു, മച്ചാൻ പോന്നു. ഇത്ര ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് മച്ചാന് നെറ്റ്വർക്ക് പിടിക്കുന്നില്ല. അതുപോലെ തന്നെ മൈക്രോഫോണിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ സ്പീക്കറിൻ്റെ സൗണ്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചിട്ട് മച്ചാൻ സർവീസ് സെൻറ്ററിൽ പോയി. കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് സർവീസ് സെൻറ്ററിൽ പോയി. അവിടെ ചെന്നപ്പോൾ സർവീസ് സെൻറ്ററുകാർ നോക്കിയിട്ട് പറഞ്ഞു ഇത് വാട്ടർ ഡാമേജ് ആണ്, വാറണ്ടി കിട്ടിയതെന്ന് പറഞ്ഞ്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞ് ഇത് വാട്ടർ ഡാമേജ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണവുമില്ല, ഈ വെള്ളത്തിൽ പോയിട്ടില്ല, മഴ നനഞ്ഞിട്ടില്ല, അങ്ങനെ വേർപ്പോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല, അങ്ങനെ ആകാൻ വഴിയില്ലെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ സർവീസ് സെൻറ്ററുകാർ പറഞ്ഞത് ഇത് അങ്ങനെ ഉണ്ടായ വാട്ടർ ഡാമേജ് അല്ല, ഇതിൽ ഒട്ടിച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെ പ്രശ്നം കാരണമാണ് ഇതിൽ വാട്ടർ ഡാമേജ് വന്നതെന്ന് അവർ പറഞ്ഞു. അതായത് ഇതിൽ ഒട്ടിച്ചിരിക്കുന്ന UV ഗ്ലാസ് ആണ്. ഈ UV ഗ്ലാസ് ഒട്ടിക്കുന്ന സമയത്ത് അതിലൊരു വാട്ടർ ഒഴിക്കും, ഒരു ലിക്വിഡ് ഒഴിക്കും, അതായത് ഒരു പശ ഒഴിക്കും. ആ പശ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടാണ് ഈ ഗ്ലാസ് ഒട്ടിക്കുന്നത്. അങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് അധികം വരുന്ന പശ ഉണ്ടല്ലോ, ആ പശ സൈഡിലൂടെ ഇറങ്ങി, ഇപ്പോൾ സ്പീക്കർ ഉണ്ടെങ്കിൽ സ്പീക്കറിൻ്റെ ഗ്രില്ലിനകത്ത് ഉള്ളിൽ പോകും, അല്ലെങ്കിൽ സൈഡിലൂടെ എവിടെയൊക്കെ ഹോളുകളുണ്ടോ ആ ഹോൾ വഴിയൊക്കെ ഫോണിനകത്ത് പോകാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ചോണം, ഇത് IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫോണാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫോണിനകത്ത് ഈ ലിക്വിഡ് ഉള്ളിൽ പോകാൻ തന്നെ പാടില്ല. ഓക്കെ, അതെങ്ങനെയോ ആയിക്കോട്ടെ, പോയി. അപ്പോൾ അങ്ങനെ ഈ ഫോണിൻ്റെ മൈക്രോഫോണിനകത്തൂടെ, സ്പീക്കറിനകത്തൂടെ, അല്ലെങ്കിൽ മേ ബി വോളിയം കൺട്രോളിനകത്തൂടെ ഒക്കെ ആയിരിക്കും ഉള്ളിൽ പോയത്. അപ്പോൾ അങ്ങനെ ഉള്ളിൽ പോയിട്ട് ഏകദേശം 8 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടായത്. ആ ഒട്ടിച്ച സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടായില്ല. 8 മാസത്തിന് ശേഷം ഇപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. സർവീസ് സെൻറ്ററിൽ നിന്ന് അവർ വാറണ്ടി കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മച്ചാനാണെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ടാണ് അവിടെ നന്നാക്കിയത്. ഈ നന്നായി കഴിഞ്ഞപ്പോൾ മച്ചാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആ UV ഗ്ലാസ് ഒന്ന് റിമൂവ് ചെയ്ത് തരാൻ പറഞ്ഞ്. അവർ റിമൂവ് ചെയ്യാൻ നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് നടക്കുന്നില്ല. അതായത് സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൽ അത്രയും സെറ്റപ്പും കാര്യങ്ങളുള്ള അവരെ കൊണ്ട് ഇത് മര്യാദയ്ക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റണില്ല. അതുമാത്രമല്ല, ചില സ്ഥലത്തൊക്കെ ഗ്ലൂ ഉണ്ടല്ലോ അതിൻ്റെ പശ, ആ പശ നല്ല ടൈറ്റായിട്ട് ഒട്ടിയിട്ട് അതിൽ ഗ്ലാസ് ഒട്ടിപ്പിടിച്ചിരുന്നിട്ട് അത് പോരുന്നില്ല. അപ്പം സർവീസ് സെൻ്ററുകാർ പറഞ്ഞത് ഇത് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സാധനം വെച്ച് എടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ മേ ബി ഡിസ്പ്ലേക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് എടുക്കാൻ പറ്റില്ല, വാറണ്ടി കിട്ടില്ല എന്ന് അവർ പറഞ്ഞ്. അതുകൊണ്ട് തന്നെ മച്ചാൻ അവിടുന്ന് ഫോണും മേടിച്ചുകൊണ്ട് പോന്നിട്ട് ഇപ്പം ഞാൻ കണ്ട ലോക്കൽ കടയിൽ കൊടുത്ത്. ആ കടയിലെ ചേട്ടനും വേറെ ഒന്നും ചെയ്യാനില്ല, ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ട് അത് ചെത്തി എടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ചെത്തി എടുത്തു. ഞാൻ നോക്കുമ്പോൾ അവിടെ ഇവിടെ നല്ല രീതിയിൽ സ്ക്രാച്ച് ആയിട്ടുണ്ട് ഫോണിൽ. അത് വിസിബിളാണ്, അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിളാണ്. അങ്ങനെ സ്ക്രാച്ച് വീഴാതെ ഈ UV ഗ്ലാസ് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, 1.5 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച ഫോണിൽ ആ ഫോണിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ഗ്ലാസ് ഒട്ടിക്കും. ആ ഗ്ലാസ് കാരണം ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്ന് നോക്കിയേ. ഇതിപ്പോൾ സാംസങ്ങിൻ്റെ പ്രശ്നം മാത്രമല്ല, സാംസങ്, വൺ പ്ലസ്, ഒപ്പോ, റെഡ്മി, ഇപ്പം മോട്ടോറോള ഫോണാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങുമ്പോൾ തന്നെ ഫ്രണ്ടിൽ അവർ പറഞ്ഞിട്ടുണ്ട് UV ഗ്ലാസ് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ
സൈഡിൽ അതിൻ്റെ സ്റ്റിക്കറുകൾ വന്നിട്ടുണ്ട്, സ്റ്റിക്കറുകൾ ഒട്ടിക്കണം. ഇനി സ്റ്റിക്കർ ഒട്ടിച്ചാലും ഇതിനകത്ത് വാട്ടർ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ വാറണ്ടി തരില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കമ്പനികളും പറയുന്നുണ്ട് IP റേറ്റിംഗ് ഒക്കെ ഉണ്ടായിക്കോട്ടെ, IP68, 67, 64, ഏത് IP റേറ്റിംഗ് ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഫോണിൽ വാട്ടർ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി വാറണ്ടി തരികയില്ല. ഇപ്പം വാട്ടർ ഡാമേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് പശ പോയാലും വാട്ടർ ഡാമേജ് തന്നെയാണ്. അപ്പോൾ കെർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇത് ഒട്ടിക്കുന്നതിന് മുമ്പ് ഒരു 100 വട്ടമെങ്കിലും ആലോചിക്കണം ഇത് ഒട്ടിക്കണോ വേണ്ടെന്നുള്ളത്. ഈ UV ഗ്ലാസ് ഒട്ടിക്കുന്നതുകൊണ്ട് മോട്ടോറോളയുടെ ഫോണുകളിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. വേറെ ഒന്നുമല്ല, ട്വിറ്ററിൽ കണ്ടാണ് ഒരു പയ്യൻ്റെ ഫോണിനകത്ത് ഇതുപോലെ തന്നെ UV ഗ്ലാസ് ഒട്ടിച്ചു പോയി കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഫോണിൻ്റെ ബാക്ക് സൈഡിലെ കളറിൽ ചേഞ്ച് വരുന്നു. അതായത് വേറെ ഒന്നുമല്ല, ഗ്ലാസ് ഒട്ടിക്കുമല്ലോ, ഗ്ലാസ് ഒട്ടിക്കുന്ന സമയത്ത് എന്തായാലും അധികമായിട്ട് ഇതിനകത്ത് ലിക്വിഡ് ഉണ്ടാവും. ആ ലിക്വിഡ് വെളിയിലോട്ട് വരികയും ചെയ്യും. കടക്കാരനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഇയാളെ കൊടുത്തത്. പക്ഷേ വേറെ ഒന്നുമല്ല, ഇതിന് കളർ ചേഞ്ച് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് മോട്ടോറോളയുടെ മിക്ക ഫോണുകളിൽ ഇപ്പോൾ വരുന്ന ഫോണുകളിൽ വീഗൻ ലെതറാണ് ബാക്ക് സൈഡിൽ വരുന്നത്. ആ ഒരു പ്രത്യേക ഡിസൈനായിട്ട് മോട്ടോറോള ഇറക്കുന്നതാണ്. അങ്ങനെയുള്ള ഡിസൈനുള്ള ഫോണുകളിൽ ഈ പശ വീണിട്ടുണ്ടെങ്കിൽ, ഈ ലിക്വിഡ് വീണിട്ടുണ്ടെങ്കിൽ അവിടെ കളർ ചേഞ്ച് ഉണ്ടാകുമെന്നാണ് ഈ പരാതിയിലെ പയ്യൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മോട്ടോറോള ഫോണല്ല ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ, ഈ വീഗൻ ലെതറുള്ള ഡിസൈനുള്ള ഫോണാണ് യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾ കെർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോണാണെങ്കിൽ ഈ സംഭവം ഒട്ടിക്കുമ്പോൾ ലിക്വിഡ് വീണിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടാവും, കളർ ചേഞ്ചും ഉണ്ടാവും. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ഒന്നുള്ളൂ, ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കുമ്പോൾ ഈ UV ടെമ്പർ ഗ്ലാസുകൾ ഒട്ടിക്കാതെ നോർമലായിട്ടുള്ള ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കുക. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, ഇപ്പോൾ എവിടെ തിരക്കിയാലും ഈ UV ടെമ്പർ ഗ്ലാസ് മാത്രമേ വരുന്നുള്ളൂ. അതായത് കെർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോണുകളിൽ, നോർമൽ ഫ്ലാറ്റ് ഫോണുകളിൽ ഒരു പ്രശ്നമില്ല. നേരത്തെ പണ്ട് OnePlusന്റെ 8 തോന്നുന്നു ആ ഫോൺ ഉണ്ടായിരുന്ന സമയത്ത് നോർമൽ ഗ്ലാസ് ഉണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ സാധാരണ ഫോണിൻ്റെ ഒട്ടിക്കുന്ന പോലത്തെ പശയൊന്നും വേണ്ടാത്ത രീതിയിലുള്ള കെർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോണിൽ ഒട്ടിക്കുന്ന ഗ്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മാർക്കറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ 1-2 സ്ഥലത്ത് തിരക്കി നോക്കി. പക്ഷേ ഒരിടത്ത് ഞാൻ തിരക്കിയിട്ട് ഇപ്പോൾ ഈ പശ ഒഴിക്കാത്ത രീതിയിലുള്ള ടെമ്പർ ഗ്ലാസ് എങ്ങും കാണാനില്ല. ഇനി നിങ്ങൾ ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കണമെന്നില്ല, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കവർ ബാക്കിൽ മേടിച്ചിടുക. അതായത് ഒരു സൈഡൊക്കെ പ്രൊട്ടക്ഷനുള്ള നല്ലൊരു കവർ മേടിച്ചിടുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പണ്ട് വരികയല്ലോ ഒന്ന് സ്റ്റിക്കർ, ടെമ്പർ ഗ്ലാസിന് പകരം നമുക്ക് നേരത്തെ എങ്ങനെയായിരുന്നു ഒരു സ്റ്റിക്കറല്ലേ വന്നുകൊണ്ടിരുന്നത്, അത്ര സ്റ്റിക്കറുകൾ മേടിക്കാൻ കിട്ടും, എല്ലാ ഫോണിൻ്റെയും മേടിക്കാൻ കിട്ടും. അങ്ങനെയുള്ള സ്റ്റിക്കറുകൾ മേടിച്ച് ഒട്ടിക്കുക ആണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ആ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ സ്ക്രാച്ചുകളും കാര്യങ്ങളൊന്നും, ഒരു പരിധി വരെ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ വീഴാൻ നോക്കും. പിന്നെ താഴെ വീഴുമ്പോഴുള്ള പ്രൊട്ടക്ഷന് വേണ്ടി നല്ല കവറാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ താങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കുക, താഴെ വീഴാൻ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കെർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ എടുക്കുവാണെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. വേറൊന്നുമല്ല, കടിക്കുന്ന പട്ടിയെ മേടിച്ച് പോക്കറ്റ് ഇടുന്ന പോലെ ആയിരിക്കും. ഫോൺ താഴെ വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല എമൗണ്ട് ആവും. അല്ല ഇനി ഒട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടാതിരിക്കാൻ വേണ്ടി ഗ്ലാസ് ഒട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ അത് അതിലും വലിയ ഏണിയാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ കെർവ്ഡ് ഡിസ്പ്ലേ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്ക്. അല്ല നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും കെർവ്ഡ് ഡിസ്പ്ലേ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് അവരെയും കൂടെ ഒന്ന് അറിയിച്ചേക്കുക. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം.